നല്ല മഴയാണ് രാവിലെ. നോക്ക്, നല്ല മഴയാണ്. വനമായി വീടിന് പുറകുവശമെല്ലാം നല്ല വനം, നല്ലപോലെ തെളിഞ്ഞു കിടന്ന സ്ഥലമാണ്. മൊട്ടക്കുന്ന് പോലെ കിടന്ന സ്ഥലമാണ്. ഇപ്പം മഴ വന്നപ്പോൾ നല്ല പുല്ല് കളിച്ച്. ഈ പുല്ലെന്ന് പറയുമ്പോൾ ഇത് എരുമ, പോത്ത് അങ്ങനെ പശുവിനൊക്കെ തിന്നാൻ കൊള്ളുന്ന പുല്ലാണ്. ഇപ്പോൾ ഇത് ഞാൻ വേണ്ട ഇത്രയും ഭാഗം ഞാൻ കുറേ വൃത്തിയാക്കിയതാണ്. ഒരാൾ പൊക്കത്തിൽ നിൽക്കുന്ന ഈ പുല്ലുണ്ടല്ലോ, അത്രയും ഹൈറ്റിൽ അത്രയും പുല്ലായിരുന്നു അവിടെ. അപ്പോൾ അവിടെ രണ്ടുമൂന്ന് പച്ചമുളകൊക്കെ നിന്ന് കാരണം ഞാൻ എന്ത് ചെയ്തു, അവിടെ എല്ലാം ഒന്ന് ക്ലീനാക്കിയേ. പച്ചമുളക്, ചീരയൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് ക്ലീനാക്കി. ഞാനിപ്പോൾ ഒരാഴ്ച പോയി ചെന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെ കിളിർത്ത് വരുന്നുണ്ട്. ചേമ്പ് കണ്ട അവിടെ നിൽക്കുന്നത്, അത് നല്ല തരം ചേമ്പാണ്. അപ്പം ഞാൻ അതുകൊണ്ടൊക്കെയാണ് അവിടെ തെളിച്ചത്. ഇനിയിപ്പം ആരെങ്കിലും നിർത്തിയിട്ട് ഇത് മൊത്തം വൃത്തിയാക്കണം, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ കണ്ട് നോക്ക്, ഇവിടെ കണ്ടോ മുഴുവൻ പുല്ല് പിടിച്ചു. ഒരു രക്ഷയില്ല, എന്നെക്കൊണ്ട് പറ്റില്ല. പിന്നെ നല്ല മഴയാണ്, ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. നോക്ക്, താഴെ കാണുന്നത് റോഡാണ്. ഇപ്പോൾ ഇതാണ്ട് നേരത്തെ റോഡ് കാണാൻ ശരിക്കും കാണാതെ, ഇപ്പം മഴയായപ്പം ഈ മരത്തിൻ്റെ കമ്പെല്ലാം കൂടെ താഴോട്ട് ചാഞ്ഞ് കിടന്നിട്ട്, ഇത് ഉയരത്തിലാണ് ഇച്ചിരി വീടിരിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല തണുപ്പ്. എനിക്കറിയില്ല, സാധാരണ ഞങ്ങളോട് താമസിക്കുന്നത് കുറച്ച് താഴെ സ്ഥലമാണ്. കാരണം പാടത്തിൻ്റെ നിരപ്പിലാണ് ഏകദേശം, നമ്മുടെ പാടത്തിനേക്കാൾ ഒരു ഇച്ചിരി ഹൈറ്റ് അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ വിചാരിക്കും ചുറ്റും ഇങ്ങനെ പാടമായത് കാരണമായിരിക്കും തണുപ്പ് കൂടുന്നത്. പക്ഷേ എന്താണാവോ, ഇവിടെ ഈ പകൽ സമയത്തില്ലാത്ത, ഈ വേനൽക്കാലത്തില്ലാത്ത കാറ്റാണ് ഈ രാത്രികാലം. എൻ്റെ അമ്മയെ, ഈ എയർപോളിൽ നിന്ന് വരുന്ന കാറ്റ് ഭയങ്കര കാറ്റാണ്. ഇവിടെ ആണെങ്കിൽ കത്തിക്കാനൊന്നും ശരിക്കും പറഞ്ഞാൽ വിറകടുപ്പുണ്ട്, പക്ഷേ കത്തിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പം അത്യാവശ്യം ചോറെങ്കിലും വെക്കണ്ടേ. അപ്പം ഗ്യാസ്, ഇൻഡക്ഷൻ കുക്കർ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് വരുന്ന സമയത്ത് ഇതെല്ലാം നേരത്തെ മറിച്ച് ആരോ വെച്ചിരുന്നതാണ്. കണ്ടോ, ഇതെല്ലാം മഴയുണ്ട്, അതെല്ലാം ഇളകിപ്പോയി. അപ്പം ആരോ വെച്ചിരുന്നതാണ്, ആരോ വെച്ചിരുന്നതാണ്, അത് മറന്നു. അത് പോട്ടെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വിറകില്ല. അപ്പം ഞാൻ പറമ്പിലെല്ലാം കുറേ ഒടിച്ചെടുത്തടിച്ചിട്ട് കുറച്ച് അടുക്കളയിലുണ്ട്. അപ്പം ഞാൻ അവിടുന്ന് വന്നപ്പോൾ, ഞാനിപ്പോൾ ഇത് കാണിക്കാനാണ്, ഇവിടുന്ന് വന്നപ്പോൾ ട്രെയിനെ കയറ്റി കൊണ്ടുവന്നാണ് ഈ സാധനം. നമുക്ക് വിറക് ട്രെയിനിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം ചോറ് വിറകടുപ്പിൽ വെക്കാമല്ലോ എന്ന് ഓർത്തിട്ട്, വിറകിൻ്റെ കൂടെ വെക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഈ ചകിരി കൊണ്ടുവന്നതാണ്. അപ്പം ഞാനിതൊന്ന് ഇങ്ങോട്ട് അവിടുന്ന് സഞ്ചിക്കകത്തുനിന്ന് ഇങ്ങ് മാറ്റിയ കണ്ട. അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ് ഈ ഇരിക്കുന്ന സാധനം, ഈ തൊണ്ട്. അതായത് തൊണ്ടെന്ന് പറയുന്നത് നമ്മൾ ഈ തേങ്ങയുടെ ഈ ചകിരിയെ. അപ്പോൾ ചോറ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ ചോറ് നമ്മൾ എങ്ങനെ, എനിക്കിഷ്ടമല്ല, വിറകടുപ്പിലാണ് വെക്കുന്നത് എനിക്കിഷ്ടം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. വിറക് കുറച്ചുണ്ട്, പക്ഷേ ഇതുണ്ടല്ലോ നല്ലപോലെ ഉണങ്ങിയ വിറകാണേലും നമ്മൾ എന്താണ് അടുപ്പിൽ വെക്കുന്ന സമയത്ത് ഇതിരുമാതിരി കത്താൻ പാടാം. ഒരു കുറച്ച് പഴയൊരു വീടായത് കേട്ടോ. അതാണ്ടത് കണ്ടോ, ഇത് ഈ വർക്ക് ഏരിയ ആയിരുന്നു, പക്ഷേ ഇതെല്ലാം പൊട്ടി പാളീസായിട്ടിരിക്കുകയാണ്. വാഷിംഗ് മെഷീൻ എടുത്ത് ഇവിടെ വേണം വയ്ക്കും. ഇവിടെ വൃത്തിയാക്കിയൊരു വാഷിംഗ് മെഷീൻ ഇവിടെ ഇട്ട് വയ്ക്കണം. അത് എന്നിട്ട് ഈ ഗ്രില്ലിൻ്റെ ഡോർ അത് പോയെന്ന് പറഞ്ഞ് ഇളകിപ്പോയി. അതവിടെ സെറ്റാക്കിയിട്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കാണാം കേട്ടോ, കാണാം. അപ്പോൾ അവിടെ മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോസൊക്കെ കാണണം. അതുപോലെ തന്നെ പിന്നാണെങ്കിൽ ലൈവിലൊക്കെ ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ കല്ലിൽ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അലക്കാറയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കല്ല്. കാരണം വെച്ചാൽ നല്ല ഹൈറ്റാണ്, നമുക്ക് കുനിഞ്ഞ് നിന്ന് അടിച്ച് നനയ്ക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നനയ്ക്കാം, നല്ല ഫ്രഷായിട്ട് നല്ല സുഖമായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. പക്ഷേ ഉണ്ടല്ലോ ഒരു കുഴപ്പം, നല്ല വേനൽക്കാലമായി കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഒരു 6:30-ക്ക് ശേഷം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. രാവിലെ അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു ഭാഗം അവിടെ നമ്മൾ കാണും. സൂര്യൻ ഉദിച്ചു വരുന്നത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. സൂര്യൻ ഉദിച്ചിങ്ങനെ നല്ല റൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അവിടുന്ന് കറക്റ്റ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കിരണങ്ങൾ തന്നെ നമ്മുടെ അടുക്കളവാതിലിലേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ചൂടും അത് കാരണം ഇവിടെ ഒരു ശകലം പോലും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ ഒരു 6-6:30-7 മണിക്ക് ശേഷം ഇവിടെ അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ വൈകുന്നേരം ഒരു 6-6:30-7 മണിയാവണം. അപ്പോൾ അതായത് പടിഞ്ഞാറ് അസ്തമിക്കണം സൂര്യൻ. ഇവിടെ നിന്ന് ഒരു തുണി കഴുകും നടക്കില്ല. അപ്പോൾ അത് കാരണം ഇവിടുന്ന് ഞാനങ്ങനെ നനയ്ക്കാറില്ല. വെയിൽ കൊണ്ട് നമ്മൾ ആകപ്പാടെ ഒന്നാമത് വല്ലാണ്ടായി, അതിൻ്റെ കൂടെ വെയിൽ കൊണ്ട് ഒന്നുകൂടെ അവശതയായി. ഇപ്പോൾ അത് കാരണം എന്ത് ചെയ്യും, ഇവിടെ ഞാൻ തുണി കഴുകത്തേയില്ല. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ.